തെങ്കാശി, രാജപാളയം, വിരുദനഗർ, മധുരൈ, കൊച്ചി, വിழுப்புരം, കൊല്ലം, ചെന്നൈ എഗ്മോർ, തൃക്കാക്കര, കൊല്ലം, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, കൊല്ലം ജംഗ്ഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 4 ട്രെയിൻ നമ്പർ 1612 കൊല്ലം, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വയ തെങ്കാശി, രാജപാളയം, വിരുദനഗർ, മധുരൈ, കൊച്ചി, വിழுப்புരം ജംഗ്ഷൻ. ഹലോ, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലത്തുനിന്ന് മധുരയിലോട്ടാണ്. നമ്മളതിന് പോകാനായിട്ട് ഇപ്പം കൊല്ലം ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. കൊല്ലത്തുനിന്ന് ചെന്നൈ എഗ്മോറിലോട്ട് പോകുന്ന 16102 നമ്പറിലുള്ള ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിലുണ്ട്. ട്രെയിനിൽ കയറി ഇരുന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ട്രെയിൻ നമ്പർ 1610 കൊല്ലത്ത് നിന്നും തെങ്കാശി, രാജപാളയം, വിരുദനഗർ, മധുരൈ, കൊച്ചി, വിழுப்புരം വഴി ചെന്നൈ എഗ്മോർ, കൊല്ലം, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ 1A പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. 12 മണിക്ക് കൊല്ലത്തുനിന്ന് വിടുന്ന ഈ ട്രെയിന് വൈകിട്ട് 6 ആവുമ്പോൾ മധുര ജംഗ്ഷനിൽ എത്തിച്ചേരും. അപ്പം നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വിട്ട് കഴിഞ്ഞു. അധികം തിരക്കില്ല. നമുക്ക് റിസർവേഷൻ സ്ലീപ്പർ ക്ലാസ്സിൽ റിസർവേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ എടുത്തില്ലേ പോലും അധികം തിരക്കില്ലാതെ നമുക്ക് ഇരുന്ന് പോകാൻ സാധിക്കും. അത്രയ്ക്ക് ആൾ കുറവാണ്. പക്ഷേ മനോഹരമായ കുറേയേറെ ദൃശ്യങ്ങൾ. ഞാൻ ഈ റൂട്ടിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പുനലൂർ റെയിൽവേ സ്റ്റേഷന്, കുണ്ടറ, അങ്ങനെ പല പല റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ആ സ്ഥലങ്ങളിൽ കൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തെങ്കാശി, അങ്ങനെ എല്ലാ സ്റ്റേഷനിലും. അപ്പോൾ അതെല്ലാം ഒന്ന് നേരിട്ട് കാണാനും, പിന്നെ അതുപോലെ മധുര മീനാക്ഷി അമ്മൻ കോവിൽ പോയി പ്രാർത്ഥിക്കാനും അവിടെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തിരിച്ചെപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അത് കിട്ടുന്ന ഒരു ട്രെയിൻ അനുസരിച്ച് അല്ലെങ്കിൽ ബസ്സിന് എന്തെങ്കിലും തിരിച്ചു പോരാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര ഫുൾ എൻജോയ് ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യമായിട്ട് ഒരുപാട് വായിച്ചുള്ള അറിവുണ്ട്. നല്ല ചെങ്കോട്ടയൊക്കെ ചെല്ലുമ്പോൾ മനോഹരമായ കാഴ്ചകൾ, കുറേയേറെ തുരങ്കങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ നമ്മുടെ പശ്ചിമഘട്ടം, ഇതെല്ലാം കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര നമ്മുടെ കൊല്ലം വിട്ട് കഴിഞ്ഞു. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പ്രധാന സ്റ്റേഷൻ കുണ്ടറയുണ്ട്. അത് കഴിഞ്ഞ് കൊട്ടാരക്കരയുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. എല്ലാ സ്റ്റേഷനും നമ്മളിങ്ങനെ ഓരോന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അതിന് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ മഴയുണ്ട്. വാതക്കൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ട്രെയിനിൽ ആരുമില്ല. എന്തെങ്കിലും അപകടം പറ്റിയാൽ പോലും നോക്കാൻ പോലും ആരുമില്ല. ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ ആകപ്പെടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അതാണ്ട് ഉച്ചയാകാറായി. കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ ആവണീശ്വരം കഴിഞ്ഞാൽ പിന്നെ പുനലൂർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട കാഴ്ചകളെ കാണുന്നത്. മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുന്നത്, ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പക്ഷേ ആവണീശ്വര റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മളിങ്ങനെ നിന്നു. വണ്ടി വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പത്തനാപുരത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ആവണീശ്വരം എന്ന് പറയുന്നത്. പത്തനാപുരത്ത് വേറെ റെയിൽവേ സ്റ്റേഷൻ ഇല്ല. കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ ആവണീശ്വരം കഴിഞ്ഞാൽ പിന്നെ പുനലൂരാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് ആവണീശ്വരത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആവണീശ്വരത്തെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, സ്റ്റേഷൻ തൊട്ടപ്പുറത്തൂടെ റോഡുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് പത്തനാപുരത്തോട്ടൊക്കെ പോകാനൊക്കെ ഷോർട്ട് കട്ട് ഇതുവഴിയാണ്. ഈ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തോട്ട് തന്നെ ഈ റെയിൽവേ ക്രോസ് ചെയ്തിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിരവധി പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിചയമൊക്കെ ഉണ്ട്. ഈ സ്റ്റേഷനെ വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് അകത്തൂടെ റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിനിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നു. വീണ്ടും അതിൻ്റെ ഒരു ത്രില്ല്, ഇതുവഴി യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട്. കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളാണ് ഈ ലൈനിലുള്ളത്. കാരണം മറ്റ് നമ്മുടെ കേരളത്തിലെ എല്ലാ ലൈനിലൂടെയും, റെയിൽവേ ലൈനുകളിലൂടെ എല്ലാം തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആവണീശ്വരം ഈ സ്റ്റേഷൻ കഴിഞ്ഞ് ഇനി തൊട്ടപ്പുറത്ത് റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇതുവഴിയാണ് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പത്തനാപുരത്തോട്ടുള്ള റോഡ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക റോഡ്
ഇതാ ഇങ്ങനെ വന്നു. ഇപ്പോൾ റോഡ് കാണാൻ പറ്റും. സ്റ്റേഷൻ കഴിഞ്ഞ് ഇതാ റോഡ് ഇതാ വരുന്നു. ഇതാ വന്നു. ഇതാ ഈ റോഡാണ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. പുനലൂർ വന്നപ്പോൾ ഇവിടെ ലഞ്ച് ബ്രേക്കാണ്. പക്ഷേ ഇവിടെ ഇതേലെ ഫുഡൊന്നും കിട്ടത്തില്ല. നമ്മൾ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്യുമ്പം യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് നേരം സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കൊല്ലം തെങ്കാശി ലൈനിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ടിത് കൊല്ലം ചെങ്കോട്ടയെന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ ലൈനുകളിലൊന്നാണ്. 1900-ലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1904 ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഇതുവഴി മൂവ് ചെയ്തു. അന്ന് കൊല്ലം കൊയിലോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊയിലോണെ മദ്രാസുമായിട്ട് ബന്ധിപ്പിച്ച ഒരു മീറ്റർ ഗേജ് പാതയായിരുന്നു ആദ്യം ഇത്. അതുപോലെ ഇതിലോട്ട് മനോഹരമായ യാത്രകളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മീറ്റർ ഗേജ് പിന്നീട് ബ്രോഡ് ഗേജായി മാറി. കൊല്ലം പുനലൂർ ഭാഗത്തിൻ്റെ ബ്രോഡ് ഗേജ് ആക്കിയത് 2010-ലാണ് പൂർത്തീകരിച്ചത്. പക്ഷേ കംപ്ലീറ്റ് പണി 2018-ലാണ് പൂർത്തീകരിച്ച് ബ്രോഡ് ഗേജ് ആക്കിയത്. അതുപോലെ തന്നെ വൈദ്യുതീകരണം 2022 വൈദ്യുതീകരണം ആരംഭിച്ച് 2023 കംപ്ലീറ്റ് ചെയ്യില്ല. അതിൻ്റെ വൈദ്യുതീകരണം പൂർത്തീകരിച്ചു. ഇപ്പോൾ പൂർണ്ണതോതിൽ എല്ലാ ട്രെയിനുകളും ഓടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നിനിയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ കാണാം. പുനലൂർ കഴിഞ്ഞാൽ പിന്നെ കുറേയേറെ ദൂരം കൃഷിഭൂമി, നല്ല മനോഹരമായ കൃഷിഭൂമി, അത് കഴിഞ്ഞ് വനം. അപ്പോൾ നമ്മൾ താഴെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 13 കണ്ണീറ പാലം കാണാം. ബ്രിട്ടീഷ് എഞ്ചിനീയറിങ്ങിൻ്റെ വിസ്മയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കാണാൻ വേണ്ടി മാത്രം ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ലൈനിൻ്റെ നമുക്ക് ട്രെയിൻ ഇങ്ങനെ പോകുന്നത് ബാക്കിൽ നിന്ന് നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ചില സ്ഥലങ്ങളിലൊക്കെ. ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമ്മൾ ഈ വിൻഡോയിൽ കൂടെ മാത്രമേ നോക്കി കാണാൻ പാടുള്ളൂ. ഈ ഡോറിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ചില തലകർക്കൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ. ചില ഏരിയയൊക്കെ ഭയങ്കര ഹൈറ്റിൽ കൂടെയാണ് പോകുന്നത്, മലയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഈ ലൈൻ. അപ്പോഴങ്ങനെ ആരും റിസ്ക് എടുത്ത് പോയി നിൽക്കരുത്, അപകടം. നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കണം. ദൃശ്യങ്ങളൊക്കെ മനോഹരമാണ്, പക്ഷേ സേഫ്റ്റി കൂടെ നോക്കണം. അങ്ങനെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മഴ സമയത്ത് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം കുറച്ച് ഭംഗി കൂടുതൽ. കുറേയേറെ തുരങ്കങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് മുഴുവൻ മലയാണ്, അങ്ങേ സൈഡാണ് കൂടുതൽ ദൃശ്യങ്ങൾ. നമ്മൾ പുനലൂർന്ന് ചെങ്കോട്ടയ്ക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിൽ മലയാണ്, നമുക്ക് ദൃശ്യങ്ങളൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റില്ല. അതുപോലെ ചെങ്കോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ലെഫ്റ്റ് സൈഡിലാവും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡും ഇങ്ങോട്ടൊരു ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അത് മറക്കാതെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഡോറിൻ്റെ ഒന്നും അടുത്ത് പോയി നിൽക്കാതെ തന്നെ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടുവാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് കണ്ടുവരാൻ പറ്റും തുരങ്കങ്ങളെ. അതുപോലെ തന്നെ മലകൾ, കൃഷിയിടങ്ങൾ ഒക്കെ, മലമടക്കുകൾ ഇങ്ങനെ ഇപ്പം ഈ മഴ ഇങ്ങനെ ചാർന്നുകൊണ്ട് അങ്ങ് ദൂരെ നമുക്ക് നല്ല രസകരമായ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയ അരുവികൾ പോലെ ഇപ്പം മഴവെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഇങ്ങേ സൈഡിൽ നിന്ന്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ അരുവികളൊക്കെ വരുന്നുണ്ട്. നല്ല രസകരമായ കാഴ്ചകളാണ്. അപ്പോൾ അങ്ങ് ദൂരെ ഇനി കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് തമിഴ്നാട് ദൃശ്യമാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. നമുക്കിനി ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാം. சங்கரன் கோவில், தென்காசி ஜங்ஷன் வழியாக செங்கோட்டை. മഴയുള്ള കേരളത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ മഴയില്ലാത്തൊരവസ്ഥ, പക്ഷേ മൂടാപ്പാണ്, എന്നാലും നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മധുര എടുക്കാറെ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ
ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം കൃത്യമായിട്ട് 6:30 തന്നെ മധുരയിൽ എത്തിച്ചേരും. അപ്പോൾ മധുരയിലെത്തി ഇവിടെ ഒരു റൂമൊക്കെ എടുത്ത് താമസിച്ച് നാളെ മധുര മീനാക്ഷി അമ്മൻ കോവിലൊക്കെ ഒന്ന് തൊഴുത് അതിനുശേഷം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനടുത്ത ദിവസം തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ റൂട്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റൂട്ട്, ഒന്നുകൂടി ഈ റൂട്ടിൽ കൂടെ വന്നാൽ നല്ലതാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രെയിൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ചാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടും ഈ റൂട്ടിൽ തന്നെ വരാൻ ശ്രമിക്കാം. മധുരയിലെ കാഴ്ചകളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.